ആത്മീയ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദ ഹൈ പ്രീസ്റ്റസ് എന്ന മൗനത്തിൻ്റെയും ആന്തരിക അറിവിൻ്റെയും ലോകത്ത് നിന്ന് നാം ഇപ്പോൾ എത്തുന്നത് പ്രകൃതിയുടെ മാതാവായ സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായ ദ എംബ്രസ് എന്ന 3-ാം നമ്പർ കാർഡിലേക്കാണ്. 1. മെജീഷ്യൻ എന്ന പുരുഷതത്വവും 2. ഹൈ പ്രീസ്റ്റസ് എന്ന സ്ത്രീ തത്വവും ചേരുമ്പോൾ ഉണ്ടാകുന്ന മൂന്നാമത്തെ ഊർജമാണ് സൃഷ്ടി, ക്രിയേഷൻ. 1. ചിത്രത്തിലെ പ്രതീകങ്ങളും അവയുടെ അർത്ഥവും. 12 നക്ഷത്രങ്ങളുള്ള കിരീടം. അവളുടെ തലയിലുള്ള കിരീടത്തിൽ 12 നക്ഷത്രങ്ങളുണ്ട്. ഇത് 12 മാസങ്ങളെയും 12 രാശികളെയും, സോഡിയാക് സയൻസ്, പ്രപഞ്ചത്തിൻ്റെ കാലചക്രത്തെയും സൂചിപ്പിക്കുന്നു. സമയത്തിന് മേലുള്ള അവളുടെ ആധിപത്യത്തെയാണിത് കാണിക്കുന്നത്. മാതള നാരങ്ങകൾ പതിപ്പിച്ച വസ്ത്രം. അവളുടെ വസ്ത്രത്തിലെ മാതള നാരങ്ങകൾ സമൃദ്ധിയെയും അബുണ്ടൻസ്, പ്രത്യുൽപാദനശേഷിയെയും വളർച്ചയെയും സൂചിപ്പിക്കുന്നു. സ്വർണ്ണ ഗോതമ്പ് പാടം. അവളുടെ കാൽക്കൽ വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് പാടം ഭൗതികമായ സമ്പത്തിനെ കാണിക്കുന്നു. നാം വിതയ്ക്കുന്നത് കൊയ്യാനുള്ള സമയമാണിത്. വെള്ളച്ചാട്ടവും കാടും. പിന്നിലെ വെള്ളച്ചാട്ടം വികാരങ്ങളുടെയും പ്രാണശക്തിയുടെയും, അതായത് ലൈഫ് ഫോഴ്സിൻ്റെയും നിരന്തരമായ ഒഴുക്കിനെ സൂചിപ്പിക്കുന്നു. പ്രകൃതിയുമായുള്ള അവളുടെ അവിഭാജ്യ ബന്ധമാണിത്. ശുക്രൻ്റെ ചിഹ്നം. വീനസ് സിംബൽ. അവളുടെ സിംഹാസനത്തിനരികെ ഹൃദയാകൃതിയിലുള്ള ഒരു കല്ലിൽ ശുക്രൻ്റെ ചിഹ്നം കാണാം. ഇത് സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും കലയുടെയും പ്രതീകമാണ്. 2. നിറങ്ങളുടെ രഹസ്യം. പച്ച, ഗ്രീൻ. കാർഡിലെ പ്രകൃതിയുടെ പച്ചപ്പ് ജീവനെയും വളർച്ചയെയും ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്നു. മഞ്ഞ, യെല്ലോ. സ്വർണ്ണ നിറത്തിലുള്ള ഗോതമ്പും പശ്ചാത്തലവും ഭാഗ്യത്തെയും സമൃദ്ധിയെയും പ്രകാശിപ്പിക്കുന്നു. വെള്ള, വൈറ്റ്. അവളുടെ മുത്തുമാല ശുദ്ധിയെയും ആത്മീയമായ തെളിമയെയും കാണിക്കുന്നു. 3. ഭൗതികവും ആത്മീയവുമായ വശങ്ങൾ. ഭൗതിക തലം. ഇത് നേട്ടങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ വിവാഹം, കുടുംബം, കുട്ടി എന്നീ കാര്യങ്ങൾക്കോ ഈ കാർഡ് ശുഭസൂചന നൽകുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള സൗന്ദര്യത്തെ ആസ്വദിക്കുക. ആത്മീയ തലം. പ്രകൃതിയെ സ്നേഹിക്കുക. നിന്റെ ഉള്ളിലെ അമ്മ എന്ന ഭാവത്തെ, പരിപാലനം അഥവാ നർച്ചറിങ് എന്ന ഭാവത്തെ ഉണർത്തുക. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയും സ്നേഹിക്കുന്നതിലൂടെയും ദൈവത്തെ കണ്ടെത്തുക. 4. ഗുരുവിൻ്റെ ഉപദേശം. ദ ഗുരുസ് വിസ്ഡം. പ്രിയ ശിഷ്യ, ദ എംബ്രസ് നിനക്ക് നൽകുന്ന വലിയ പാഠം പരിപാലനം, നർച്ചറിങ് എന്നതാണ്. ഒരു വിത്ത് പാകിയാൽ മാത്രം പോരാ, അത് മുളച്ചു മരമാകാൻ സ്നേഹത്തോടെയും ക്ഷമയോടെയും പരിപാലിക്കണം. ജീവിതത്തെ എങ്ങനെ നയിക്കാം? 1. നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിന്റെ ശരീരവും മനസ്സും പ്രകൃതിയുടെ ദാനമാണ്. അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുക. നല്ല ഭക്ഷണം, നല്ല ചിന്തകൾ എന്നിവ കൊണ്ട് നിന്നെ തന്നെ പോഷിപ്പിക്കുക. 2. സമൃദ്ധിയിൽ വിശ്വസിക്കുക. ലോകത്ത് ഒന്നിനും കുറവില്ല എന്ന ചിന്ത വളർത്തുക. നീ എത്രത്തോളം സ്നേഹം നൽകുന്നുവോ അത്രത്തോളം നിനക്ക് തിരികെ ലഭിക്കും. 3. ക്രിയാത്മകത, ക്രിയേറ്റിവിറ്റി. ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുക്കുക. കല, പാചകം, കൃഷി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിയാത്മകമായ വഴിയിലൂടെ നിന്നെ പ്രകാശിപ്പിക്കുക. സൂക്ഷ്മമായ ഒരു രഹസ്യം കൂടി. ഹൈ പ്രീസ്റ്റസ് അറിവ് ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുമ്പോൾ എംബ്രസ് ആ അറിവിനെ പ്രായോഗികമായ സ്നേഹമായും വളർച്ചയായും പുറത്തേക്ക് വിടുന്നു. അറിയുക എന്നതിനേക്കാൾ അനുഭവിക്കുക എന്നതാണ് ഈ കാർഡിൻ്റെ സൂക്ഷ്മമായ സന്ദേശം.